അടുത്ത ഫാക്ടറാണ് അർത്ഥമുള്ള ജോലി. ജോലി എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും ഒരു ഉപജീവന മാർഗം മാത്രമായിട്ടാണ് കാണുന്നത്. അതായത് രാവിലെ എണീറ്റ് ചെയ്യേണ്ട എന്തോ ഒരു ബാധ്യത, അത് ചെയ്യുമ്പോൾ നമുക്ക് മാസാവസാനം ഒരു ശമ്പളം കിട്ടും. ആ ഒരു ശമ്പളത്തിന് വേണ്ടി മാത്രമായിരിക്കും സൊസൈറ്റിയിൽ പലരും ആ ഒരു ജോലി അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ശമ്പളം ലഭിക്കാൻ വേണ്ടി മാത്രം ചെയ്യുമ്പോൾ ആ ഒരു ജോലിയിൽ ഒരു സന്തോഷം ഉണ്ടോ എന്ന് പലരും ഓർക്കാറില്ല. അപ്പോൾ സൊസൈറ്റിയുടെ ഒരു അസംഷൻ വെച്ചിട്ട് നല്ല അത്രയും ശമ്പളം ഉണ്ടെങ്കിൽ അതൊരു നല്ല ജോലിയാണ്, അതിൽ നിന്ന് അയാൾക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ട് എന്നായിരിക്കും വിചാരിക്കുക. പക്ഷെ അത്തരത്തിലുള്ളൊരു ജോലി ചെയ്യുമ്പോൾ ശരിക്കും അതിനൊരു അർത്ഥമുണ്ടാവില്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് സന്തോഷം കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മളത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഫീല് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് നമുക്കും ഒരു സന്തോഷം ഉണ്ടാവില്ല, സൊസൈറ്റിക്കും അതുകൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ജോലിയിൽ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുക? നമുക്ക് എന്താണോ ചെയ്യാനായിട്ട് പറ്റുന്നത്, നമ്മുടെ ആ ഒരു പോസിറ്റീവ് വശം എവിടെയാണോ ഉള്ളത്, എന്ത് കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, എന്ത് ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് ഇപ്പോൾ എന്ത് തരത്തിൽ ക്ഷീണം വന്നാലും മടുപ്പ് തോന്നിയാലും ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച സംഭവിച്ചാലും അതൊക്കെ ആ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടും അതിനൊക്കെ ഒരു അർത്ഥമുണ്ട് എന്നുള്ളൊരു തോന്നൽ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്കുണ്ടാവുന്നത്, ആ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് അർത്ഥമുള്ള ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ഉചിതം നമ്മുടെ പാഷൻ തന്നെ പ്രൊഫഷൻ ആക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ജോലിക്ക് ഒരു അർത്ഥമുണ്ടാകും, അത് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു സന്തോഷവും കിട്ടും.